നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് 2024 ഡിസംബർ മാസം 21-ാം തീയതി 1200-ാം ആണ്ട് ധനുമാസം 6-ാം തീയതി ശനിയാഴ്ച. ഇന്ന് ശനിയാഴ്ചയാണ്. നക്ഷത്രം പൂരം നക്ഷത്രവുമാണ്. അപ്പോൾ പൂരം നക്ഷത്രം ശനിയാഴ്ച. നക്ഷത്രത്തെ പറയുകയാണെങ്കിൽ പൂരം ശുഭനക്ഷത്രമാണ്. അപ്പോൾ ശുഭകാര്യങ്ങൾക്ക് എടുക്കുന്ന നക്ഷത്രങ്ങളിലൊന്നാണ് പൂരം. പക്ഷേ ഇന്നത്തെ ദിവസം ശനിയാഴ്ചയാണ്. ശനിയാഴ്ച പൊതുവേ നമുക്ക് ശുഭകാര്യങ്ങൾക്ക് അനുകൂലപ്രദമല്ല. പ്രകൃതിയിൽ ആ ഗ്രഹത്തിൻ്റെ സ്വാധീനം ഏറ്റവും കൂടുതലുള്ള ദിവസമാണ് ആ ദിവസത്തിൻ്റെ പ്രാധാന്യം. ഇന്ന് ശനിയുടെ ദിവസമായതുകൊണ്ട് ശനിയുടെ എനർജി കൂടുതലായിട്ട് ഭൂമിയിലുണ്ട്. അപ്പോൾ ശനി എന്ന് പറയുമ്പോൾ ഏറ്റവും യോഗിയാണ്, യോഗകാരകനാണ്. ഈശ്വരാധീനം ഇല്ലാത്തവരെ ഏറ്റവും ഉപദ്രവിക്കുന്ന ഒരു ആളും കൂടിയാണ് ശനി. അതുകൊണ്ടാണ് നമുക്ക് ആക്കി ഈശ്വരാധീനം ഉണ്ട് ഇല്ല എന്നൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുന്നു എന്ന് ഉണ്ടോ ഇല്ലേ എന്നുള്ളിടത്തല്ല. അതുകൊണ്ടാണ് ശനിയാഴ്ച ദിവസങ്ങളിൽ ആകിലും ശുഭകാര്യങ്ങൾ ചെയ്യരുത്, ശുഭകാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക. അല്ലെങ്കിൽ നമുക്ക് തടസ്സവും അസ്വസ്ഥതയും ശനിയുടെ പ്രവർത്തനം എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. അതുപോലെ ഇന്ന് പൂരം നക്ഷത്രം ബർത്ത്ഡേ വന്നിട്ടുള്ളവർ ഒരു വർഷത്തെ ഫലത്തെയാണ് ചിന്തിക്കണേ. വാർഷിക ഫലത്തെയാണ് ബർത്ത്ഡേ കൊണ്ട് നമ്മൾ ചിന്തിക്കണേ. വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് ജാതകപ്രകാരം എന്തൊക്കെ നല്ല ദശാനാഥനോ ദശ ഉണ്ടായിരുന്ന എങ്കിൽ പോലും ശനിയുടെ ദിവസം ബർത്ത്ഡേ വന്ന സ്ഥിതിക്ക് ഈ ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് വളരെ കഷ്ടതയേറിയ ഒരു വർഷം തന്നെയായിരിക്കും. കാരണം സാമ്പത്തികം മാത്രമല്ല, എല്ലാ കാര്യങ്ങൾക്ക് തടസ്സം, പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾക്ക് ഇടവരുത്തും. അപ്പോൾ ഈ ദോഷത്തിൽ നിന്ന് നമുക്ക് അതിജീവിച്ച് പോകണം. അതിനും ആചാര്യന്മാർ ശനീശ്വരനെ പ്രീതിപ്പെടുത്താനുള്ള പരിഹാരങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. പ്രധാനമായി ശനിയുടെ ദേവൻ ധർമ്മശാസ്താവാണ്. ശാസ്താക്ഷേത്രത്തിൽ ശനിയാഴ്ച നീരാഞ്ജനം കത്തിക്കണം, ശനി വ്രതം നോക്കണം. അതുപോലെ സൂര്യഭഗവാനെ പ്രാർത്ഥിക്കണം. ശനീശ്വര യന്ത്രം സാമ്പത്തിക പുരോഗതി ഉണ്ടാവാനായിട്ട് ധന ആകർഷണ യന്ത്രവുമായി ചേർത്ത് ദേഹരക്ഷ ധരിക്കണം. ഇതൊക്കെ ചെയ്തു പോകുമ്പോൾ ശനിയുടെ ദോഷത്തിൽ നിന്ന് നമുക്ക് അതിജീവിച്ച് പോകാൻ സാധിക്കും. അപ്പോൾ ശനിയെ എത്രത്തോളം പ്രീതിപ്പെടുത്താമോ അത്രയും നമുക്ക് പുരോഗതിയെ പ്രദാനം ചെയ്തു തരും. അതിന് ഒപ്പം തന്നെ നമ്മൾ ഇന്നത്തെ ദിവസം ഓരോ കാര്യത്തിനിറങ്ങുമ്പോഴും സൂക്ഷിക്കണം. അതിൽ ഏറ്റവും നെഗറ്റീവായിട്ടുള്ള സമയമുണ്ട്, പോസിറ്റീവായിട്ടുള്ള സമയമുണ്ട്. നെഗറ്റീവായിട്ടുള്ള സമയം ഓരോ കാര്യങ്ങൾക്ക് നമ്മൾ അവോയ്ഡ് ചെയ്യണം. പ്രധാനമായിട്ട് യാത്രയ്ക്ക് പോകുന്ന സമയത്ത് രാവുകാല സമയം ഒഴിവാക്കണം. ശനിയാഴ്ച 9 മണി മുതൽ 10:30 മണി വരെ രാവുകാല സമയം എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഇപ്പോൾ രാവുകാല സമയം എന്ന് വരുന്നത് 9:31 തൊട്ടേ രാവുകാലം തുടങ്ങുകയുള്ളൂ. അരമണിക്കൂർ കഴിഞ്ഞേ തുടങ്ങുകയുള്ളൂ. 10:57 വരെ രാവുകാല സമയമുണ്ട്. ഈ സമയം ഒരു ശുഭകാര്യങ്ങൾക്കും എടുക്കരുത്. പ്രത്യേകിച്ച് യാത്രയ്ക്ക് പാടില്ല. ഒരു ശുഭകാര്യത്തിനെടുക്കാത്ത 2 സമയമുണ്ട്. ഗുളികകാല സമയവും യമകണ്ഠകാല സമയവും. അതിൽ ഗുളികകാല സമയം വരുന്നത് 6:40 തൊട്ട് 8:06 വരെയും യമകണ്ഠകാല സമയം വരുന്നത് ശരിക്ക് 1:48 തൊട്ട് 3:14 വരെയുമാണ്. അപ്പോൾ ഇന്നും അഭിജിത്ത് മുഹൂർത്തമുണ്ട്. നമുക്ക് എല്ലാ ദിവസങ്ങളിലും കുറേ നല്ല സമയം പ്രകൃതി തന്നെ ഒരുക്കി തരും. നമുക്ക് ചില കാര്യങ്ങൾ ചെയ്തേ തീരുള്ളൂ എന്ന അവസ്ഥ വന്നാൽ അതിനെ അതിജീവിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നല്ല സമയം, ഇത്ര മോശപ്പെട്ട റോഡിലും കുറച്ച് നല്ല റോഡ് കാണും എന്ന് പറഞ്ഞതുപോലെ സമയം തരേണം. അഭിജിത്ത് മുഹൂർത്തം 11:59 തൊട്ട് 12:47 വരെ ഉള്ള സമയം അഭിജിത്ത് മുഹൂർത്തത്തിൻ്റെ സമയമാണ്. ഈ സമയം നമുക്ക് എന്ത് ശുഭകാര്യങ്ങളും ചെയ്യാം. ഇന്നത്തെ ദിവസം ചെയ്തേ തീരുള്ളൂ എന്നുള്ള അവസ്ഥ വന്നാൽ. അതുപോലെ പ്രധാനമായിട്ട് ഇന്ന് ഓരോ കാര്യത്തിന് നമ്മൾ പോകുമ്പോഴും വസ്ത്രധാരണത്തിൽ ശ്രദ്ധിക്കണം. പ്രധാനമായിട്ട് നീലയോ കറുപ്പോ കലർന്ന അല്ലെങ്കിൽ ആ കളറിലുള്ളതോ ആയിട്ടുള്ള വസ്ത്രധാരണം ചെയ്യുന്നത് നന്നായിരിക്കും. കാരണം ശനിക്ക് ഇഷ്ടവസ്ത്രങ്ങളാണ് നീലയും
കറുപ്പുമൊക്കെ. അപ്പോൾ അതേപോലെ ആ വസ്ത്രം ധരിച്ചിരിക്കുകയാണെങ്കിൽ ശനി അവരെ കൂടുതലായിട്ട് ഉപദ്രവിക്കത്തില്ല. അപ്പോൾ പോസിറ്റീവ് എനർജി നമ്മളിലേക്ക് കൂടാൻ സഹായിക്കും. അതുകൊണ്ട് വസ്ത്രധാരണത്തിൽ ശ്രദ്ധിക്കുക. ഇല്ലെങ്കിൽ കത്ത പൊട്ടായിട്ടോ വളയായിട്ടോ കർച്ചീപ്പായിട്ടോ എന്തെങ്കിലും കയ്യിൽ കരുതുന്നത് നന്നായിരിക്കും. അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവർക്കും ഭാഗ്യദായകമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.